പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? ആനന്ദിക്കുന്നുവോ? ഇന്നലെയാണ് ഈസ്റ്റർ ആഘോഷിച്ചത്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ന് തളർന്നു പോയോ? എപ്പോഴും ഉത്സവത്തിന് സന്തോഷിക്കും എങ്കിൽ യേശു നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ദിവസവും ഉത്സവം തന്നെയാണ്. എനിക്ക് ക്രിസ്മസ്, ഈസ്റ്റർ, ഉത്സവങ്ങൾ എന്ന വ്യത്യാസം അറിയാറേയില്ല. മറ്റുള്ളവരോടൊത്ത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, അവരെ ഉത്സാഹിപ്പിക്കും എന്നതൊഴികെ അതിന് പ്രത്യേകിച്ചൊരു സന്തോഷം ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണെന്നോ? എനിക്ക് ദിവസവും ക്രിസ്മസ് ആണ്, ദിവസവും ഈസ്റ്ററാണ്. കാരണം എന്നും യേശു എൻ്റെ കൂടെയുണ്ട്, ദിവസവും എന്നെ സന്തോഷത്തോടെ കാക്കുന്നുണ്ടല്ലേ. അപ്പോൾ ദൈവജനത്തിന് ദിവസവും ഉത്സവം തന്നെയാണ്. ഉന്മേഷത്തോടെ ഇരിക്കണം. യേശു ഇന്നലെ ഉയർത്തെഴുന്നേറ്റു, ഇന്ന് മരിച്ചുപോയോ? ഇന്നലെ ജീവിച്ചിരുന്നു, ഇന്ന് ജീവിച്ചിരിപ്പില്ലേ? പിന്നെ എന്തിനാണ് ദുഃഖിക്കുന്നത്? പ്രശ്നങ്ങൾ വരും പോകും. ലോകത്ത് ജീവിക്കുന്നിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നമ്മെ കുലുക്കുകയില്ല. അതതിന്റെ പാട്ടിന് വന്നും പോയും ഇരിക്കും. അതിന് നിങ്ങളെന്തിനാണ് ഭയപ്പെടുന്നത്, ഭീതിപ്പെടുന്നത്? നമുക്കൊന്നേ ആവശ്യമുള്ളൂ. കർത്താവിന് ഇഷ്ടമുള്ള ഒരു ജീവിതം ജീവിക്കണം, അത്രയുള്ളൂ. അതിൽ ശ്രദ്ധിക്കുമ്പോൾ ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും. 1 ദിനവൃത്താന്തം 27-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഒരു ഭക്തൻ നല്ലയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. നാം അത് പഠിക്കണം. എന്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു. ദൈവത്തിന് ഒരിഷ്ടമുണ്ട്, അതാണ് പരമാർത്ഥത. നമ്മുടെ ഹൃദയത്തെ ദൈവം പരിശോധിച്ച് നോക്കുമത്രേ. ഇവിടെ പറയുന്നു, ദൈവമേ, എന്റെ ഹൃദയത്തെ അങ്ങ് പരിശോധിച്ച് നോക്കണമേ. അങ്ങ് പരമാർത്ഥതയെ ഇഷ്ടപ്പെടുന്നുവല്ലോ. എന്നാൽ എന്താണർത്ഥം? പരമാർത്ഥതയോടെ ഇരിക്കണം, അങ്ങേക്ക് പ്രിയമുള്ളവരായിരിക്കണമെന്ന്. വളരെ നല്ലൊരു പ്രാർത്ഥന നിങ്ങൾ എന്നെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണെന്നോ? ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ, അബ്രഹാമേ, നീ എൻ്റെ മുന്നിൽ പരമാർത്ഥതയോടെ ഇരിക്കണം എന്ന് പറയുന്നു. നീ ഉത്തമനായി നടക്കണം, അപ്പോൾ ഞാൻ കൂടെയിരുന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ഉത്തമം എന്നാൽ എന്താണെന്ന് പരിശോധിച്ചു നോക്കി, ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്, ഞാനും അങ്ങനെ ഇരിക്കണം എന്ന് പറയാനായി അത് പരിശോധിച്ചു നോക്കി. എനിക്ക് പരമാർത്ഥതയുണ്ടായിരിക്കണം. കാരണം ദൈവം അബ്രഹാമിനോട് പരമാർത്ഥതയോടെ ഇരിക്കാൻ പറയുന്നു. ദൈവം നമ്മിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കണം. വെറുതെ വായിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ എന്ന്. ഇത് ഇംഗ്ലീഷ് ബൈബിളിൽ നന്നായി എഴുതിയിരിക്കുന്നു. ബി ബ്ലെയിംലെസ് എന്നുവെച്ചാൽ കുറ്റപ്പെടുത്താനാവാതെ ഇരിക്കണം. ആരും കൈ ചൂണ്ടി നീ ശരിയല്ല എന്ന് കുറ്റപ്പെടുത്തുന്നത് പോലെ നീ ജീവിക്കാൻ പാടില്ല. കുറ്റമില്ലാത്തയൊരു ജീവിതം. അപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. യേശുക്രിസ്തു ജനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എല്ലാവരും യേശുവിനെപ്പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു. യേശു അവരോട് നേരിട്ട് ചോദിക്കുന്നു, എന്നിൽ പാപമുണ്ട് എന്ന് ആർക്കെന്നെ കുറ്റപ്പെടുത്താനാവും? പറയൂ, എന്നിൽ എന്തു കുറ്റമാണ്? കണ്ടുപിടിച്ച് പറയൂ എന്ന് ചോദിക്കുന്നു. നേരിൽ പറയാനായില്ല, പുറത്തു പറയുന്നു, അത്രയേയുള്ളൂ. ഇന്ന് പലരും യൂട്യൂബിൽ സംസാരിക്കുന്നു, പുറമേ സംസാരിക്കുന്നു, പലയിടങ്ങളിലും പറയും. അത് കേട്ട് പരിഭ്രമിക്കരുത്. എന്നാൽ ഇവിടെ യേശു നേരിട്ട് ചോദിക്കുന്നു, എന്നിൽ പാപമുണ്ട് എന്ന് ആർക്കെന്നെ കുറ്റപ്പെടുത്താനാകും? പറയൂ. കുറ്റമില്ലാത്തൊരു ജീവിതം നയിച്ചു. ഇതാണ് ഏറ്റവും പ്രധാനം. ഞാൻ അതിൽ ശ്രദ്ധിച്ച്, ദൈവമേ, ഞാൻ ഉത്തമനായിരിക്കണം, എനിക്ക് പരമാർത്ഥതയുണ്ടായിരിക്കണം, കുറ്റമില്ലാത്തൊരു ജീവിതം നയിക്കണം എന്നെന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്കിങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് നോക്കണേ. അങ്ങ് പരമാർത്ഥത ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന പരമാർത്ഥത നമ്മിൽ ഉണ്ടോ, എൻ്റെ അടുത്തുണ്ടോ എന്ന് നാം സ്വയം പരിശോധിച്ചു നോക്കണം. നിങ്ങൾക്ക് അതുണ്ടോ? ചിലർ പറയും, ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാനിങ്ങനെ ആയിരിക്കും. അങ്ങനെ ആവരുത്. ആരും നമ്മോട് കൈ ചൂണ്ടി നീ ശരിയല്ല, ജോലിക്ക് ശരിയായി വരുന്നില്ല, സമയം കൃത്യമായി പാലിക്കുന്നില്ല, നീ ശരിയായി പ്രാർത്ഥിക്കുന്നില്ല, നിന്റെ പെരുമാറ്റം ശരിയല്ല, നീ രാത്രി ഇങ്ങനെ ചെയ്യുന്നു, പകൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് പോലെയാണോ ഞാൻ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഇല്ല, ഈ മകൻ, ഈ മകൾ ഒരു നല്ല കുറ്റമില്ലാത്ത നല്ലൊരു ജീവിതം നയിക്കുന്ന ഒരു മകനാണോ മകളാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പോലെയാണോ ഞാൻ ജീവിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിനകത്ത് അവരിങ്ങനെ സംസാരിക്കുന്നു എന്ന് പിറുപിറുക്കുന്നില്ലേ? അവര് കുറ്റപ്പെടുത്താത്ത വിധത്തിൽ എന്തുകൊണ്ട് ജീവിച്ചുകൂടാ? അവര് കുറ്റപ്പെടുത്താത്ത വിധത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാനാവുന്നില്ല? അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം കുറ്റമില്ലാത്തൊരു ജീവിതമാണ്.
ദൈവമേ, എന്റെ കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും എന്റെ ശുശ്രൂഷയിലും എന്റെ സ്വന്തം ജീവിതത്തിലും ആരും കുറ്റപ്പെടുത്താത്ത വിധം ഒരു ജീവിതം നയിക്കുവാൻ എന്നോട് കൃപ കാണിക്കണമേ എന്ന് അപേക്ഷിക്കൂ. അതാണ് ഏറ്റവും മികച്ച ജീവിതം. ദൈവമേ, ഞാൻ അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കണം. ഞാനതാഗ്രഹിക്കുന്നു, കാരണം അങ്ങതാഗ്രഹിക്കുന്നു. ഞാൻ കുറ്റമില്ലാത്ത ഒരു ജീവിതം ജീവിക്കണം. ആരും കുറ്റം കണ്ടുപിടിക്കാത്ത, പരിശുദ്ധിയുള്ള, നേരായ, ന്യായമുള്ള, ശരിയായ ഒരു ജീവിതം നയിക്കാൻ എന്നെ സമർപ്പിക്കുന്നു പിതാവേ. എന്നെ കുറ്റപ്പെടുത്തുന്ന കാര്യം ശരിയാക്കാനായി എന്നെ ഏൽപ്പിക്കുന്നു. അതെനിക്ക് ശരിയാക്കി തരണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ